ബലം പൂർണ്ണമായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ ജയിലിൽ പോകുന്ന ആ കാഴ്ച മലയാളികൾ കാണണം. കാരണം അയാൾ കുറ്റക്കാരനാണ്, അയാൾ കളങ്കിതനാണ്. അത് ഈ കേസ് മാത്രമല്ല, ഇത്രയും കാലഘട്ടമായി നമ്മൾ കാണുന്നതാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ. അതിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്കപ്പുറത്ത് PMLA ആക്ട് പ്രകാരം പിണറായി വിജയന്റെ സ്വത്തുവകകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നാൽ കേരളം കണ്ടതിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന് ഇപ്പോൾ സമൂഹത്തിൽ അത് ബോധ്യപ്പെടുന്നിടം വരെയാണ് നമ്മുടെ ഫൈറ്റ് നടക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായും സംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടത്താണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പിണറായി വിജയന്റെ സ്വത്തുവകകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ വിജയന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് SLC ലാവലിൽ നിന്നും പണം വന്നിട്ടുണ്ട്. ആ അക്കൗണ്ട് പരിശോധിച്ചാൽ വീണ്ടും SLC ലാവൽ ഉൾപ്പെടെയുള്ള കേസുകൾക്ക് നിർണായകമായിട്ട് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. ഇവർ നമ്മളെ തടസ്സപ്പെടുത്തുന്ന വ്യവഹാര വഴികൾ എന്താണെന്ന് എന്നെക്കാൾ നന്നായിട്ട് പറയാൻ ഈ ലാവലിൻ കേസിൽ ഉൾപ്പെടെ എത്ര ഘട്ടങ്ങളിൽ ഫേക്കായിട്ടുള്ള കേസുകൾ കൊണ്ടുവന്ന് ആ കേസുകളെ തടസ്സപ്പെടുത്തി കേസ് എവിടെ എത്തി, കേരള ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അത് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ അതിന്റെ അപ്പീൽ അതും എവിടെയും എത്തും എന്ന് ഞാൻ ചേട്ടൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അന്ന് അതിന്റെ അന്വേഷണം നടത്തിയ CBIയുടെ റിപ്പോർട്ടിൽ പിണറായി വിജയനെ കൊടുക്കാനുള്ള ഒന്നുമില്ല എന്നുള്ളതാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. 2013 ആ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തത്. UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ നാൾ വഴിയിൽ തന്നെ ആ കേസ് നശിപ്പിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, പിണറായി വിജയന്റെ സ്വത്തുവകകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ വിജയന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് SLC ലാവലിൽ നിന്നും പണം വന്നിട്ടുണ്ട്. ആ അക്കൗണ്ട് പരിശോധിച്ചാൽ വീണ്ടും SLC ലാവൽ ഉൾപ്പെടെയുള്ള കേസുകൾക്ക് നിർണായകമായിട്ട് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. നമസ്കാരം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. ഷോൺ ജോർജ് ഇതാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. പറഞ്ഞു വരുന്നത്, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നു. രാവിലെ 7 മണി മുതൽ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സുരക്ഷാ സേനയുടെ അകമ്പടിയോടുകൂടി കേരള പോലീസിന്റെ കാവലിൽ തന്നെയാണ് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ നിന്നും CMRL എന്ന കരിമണൽ ഖനന കമ്പനിക്ക് യാതൊരു തരത്തിലുമുള്ള സേവനങ്ങൾ നൽകാതെ 1,72,00,000 രൂപ എക്സാലോജിക് എന്ന തൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് CMRL നിന്ന് സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു ഈ കേസിന് അടിസ്ഥാനമായ സംഭവം. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുകയും അവർ അതിന് നികുതി അടച്ച്, അതായത് CMRL എന്ന കമ്പനി നികുതി അടച്ച് ഈ കേസിൽ നിന്നും തലയൂരാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ വിവരം ഇൻട്രീം സെറ്റിൽമെന്റിന്റെ ബോർഡിലാണ് കണ്ടിരുന്നത്. അതേ തുടർന്നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉരുത്തിരിയുന്നത്. അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകളുടെ പേരിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ ധാരാളം കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചു. അത് കോഴയായി മാസപ്പടിയായി വാങ്ങിച്ചു എന്നുള്ളതാണ് കേസ്. ഈ വിഷയത്തിൽ മാത്യു കൊഴുന്നാടൻ ഉൾപ്പെടെയുള്ള MLA മാർ അന്ന് പ്രതിപക്ഷ നിരയിലായിരുന്നപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ പരാമർശങ്ങളാണ് നടത്തിയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ അത് വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു. വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയരുത് എന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രോഷത്തോടു കൂടി മാത്യു കൊഴുന്നാടനെതിരെ കുറിച്ച് ചാടിയത്. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ, അതായത് മാസപ്പടി കേസിൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കണ്ട് ഈ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. BJP നേതാവായ PC ജോർജിന്റെ മകനും BJPയുടെ യൂത്ത് വിംഗ് നേതാവായ ഷോൺ ജോർജാണ് ഈ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസിൽ കക്ഷി ചേർന്ന് അന്വേഷണം ത്വരിതപ്പെടുത്തിയത്. അതിനിടയിൽ ഈ കേസിലെ PMLA ആക്ട് പ്രകാരം പിണറായി വിജയന്റെയും മകളുടെയും കള്ളപ്പണം കണ്ടെത്തുന്നതിന് വേണ്ടി ED അന്വേഷണം വരുന്നു. എന്നാൽ CMRL എന്ന കമ്പനിയും വീണ വിജയൻ എന്ന എക്സാലോജിക്കിന്റെ ഉടമയും
ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളിലായി ED അന്വേഷണം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുക്കുന്നു. കർണാടകയിലാണ് വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തതിനാൽ കർണാടക ഹൈക്കോടതിയിൽ ആദ്യം ഹർജി നൽകുന്നു. എന്നാൽ ആ ഹർജി കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് നാഗരത്ന തള്ളിക്കളയുന്നു. പിന്നീട് CMRL ഈ കേസിൽ ED അന്വേഷണം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമാന്തരമായി SFIO അന്വേഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ED അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കാനിരിക്കുന്നു, ഈ മാസം അവസാനം പരിഗണിക്കും എന്നാണ് അറിയുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ CMRL ED അന്വേഷണം നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി കേരള ഹൈക്കോടതി ഇന്നലെ തള്ളി. ED അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന ഉത്തരവാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഹർജിയിൽ ഉണ്ടായിരുന്നത്. അതായത് CMRL മാസപ്പടി കേസിൽ ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളുകയും EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നുള്ളത് ഒരു ഉത്തരവാണ് പുറത്തു വന്നത്. ഇതേ തുടർന്നാണ് ഇന്ന് വെളുപ്പിനെ തന്നെ പിണറായി വിജയൻ ഉറക്കമുണരുന്നതിന് മുമ്പ് കിടക്കപ്പായിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു വാങ്ങിക്കൊണ്ട് ED റെയ്ഡ് നടത്തുന്നത്. പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ മാത്രമല്ല, പിണറായി മുക്കിൽ പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയന്റെ വീട്ടിലും, അതുപോലെ വീണ വിജയന്റെ ഭർത്താവായ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയിലുള്ള വീട്ടിലും, എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലുള്ള ഓഫീസിലും, CMRLന്റെ ഓഫീസുകളുമായി ഏതാണ്ട് 12 ഇടങ്ങളിലാണ് ഒരേ സമയത്ത് ഇപ്പോൾ EDയുടെ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു. എന്നാൽ CMRL എന്ന കമ്പനിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ അച്ഛൻ മുഖ്യമന്ത്രിയായതിന്റെ പേരിൽ കോഴയായി മാസപ്പടിയായി വീണ വിജയൻ പല കമ്പനികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയ ഒരു കമ്പനിയായ രേഖകളുള്ള 1,72,00,000 രൂപ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വാങ്ങിയെന്ന് കൃത്യമായ രേഖകളുള്ള ഈ കേസിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ കക്ഷി ചേർന്നത്, അവരുടെ അന്വേഷണത്തിൽ കക്ഷി ചേർന്നത്. ഇന്നിപ്പോൾ EDയുടെ അന്വേഷണം വരുമ്പോൾ ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ ഷോൺ ജോർജുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തുകയുണ്ടായി. പിണറായി വിജയൻ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ SNC ലാവലിൽ നിന്നും ഏതാണ്ട് 200 കോടി രൂപയാണ് കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായത്. ഈ കേസ് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് TP നന്ദകുമാർ കക്ഷി ചേർന്ന കേസ് ഇപ്പോഴും അവിടെ കെട്ടിക്കിടക്കുന്നു. അതായത് 80 പ്രാവശ്യത്തിൽ അധികമാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് ലാവലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ളതാണ്. ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ, അതായത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ നെറുകേടുകൾക്കെതിരെ, അഴിമതികൾക്കെതിരെ എന്നും നിലകൊണ്ടിട്ടുള്ള, അഥവാ കോടതികളിൽ പോലും എതിർകക്ഷിയായി നിന്നുകൊണ്ട് സത്യം ജയിക്കണം, നേര് വിജയിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തിന്റെ കാതൽ അത് തന്നെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TP നന്ദകുമാർ ലാവലിൻ കേസിൽ പിണറായി വിജയന് എതിരെ സുപ്രീം കോടതിയിൽ വാദിക്കുന്നു. ഈ കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ മകൾ വീണ വിജയൻ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് എന്ന തന്റെ കമ്പനിയിലേക്ക് 1,72,00,000 രൂപ കോഴയായി വാങ്ങി എന്ന കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ BJPയുടെ യുവനേതാവായ ഷോൺ ജോർജ് മുൻകൈയെടുക്കുന്നത്. ഷോൺ ജോർജുമായി TP നന്ദകുമാർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. ഈ അഭിമുഖ സംഭാഷണത്തിലും ഷോൺ ജോർജ് പറയുകയുണ്ടായി, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. ഒരുപക്ഷെ ബാങ്ക് മോഷ്ടിച്ചവൻ ചക്ക മോഷ്ടിക്കുമ്പോഴായിരിക്കും പിടി വീഴുക. എന്നാൽ പിണറായി വിജയന്റെയും മകളുടെയും സ്വത്തുകൾ തീർച്ചയായും PML ആക്ട് പ്രകാരം അന്വേഷിക്കുകയാണെങ്കിൽ ലാവലിൻ കേസ് ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ നിന്ന് പിണറായി വിജയനും കുടുംബവും എത്ര കോടി രൂപ കോഴയായി കൈപ്പറ്റി എന്നുള്ളത് കണ്ടറിയാൻ സാധിക്കും എന്ന് തന്നെ ഷോൺ ജോർജ് പറയുന്നു. ഷോൺ ജോർജ് TP നന്ദകുമാറുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. അവസാനം ഷോൺ ജോർജിന്റെ ഫൈറ്റ് ബലം കണ്ടോ? ബലം പൂർണ്ണമായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ ജയിലിൽ പോകുന്ന ആ കാഴ്ച മലയാളികൾ കാണണം. കാരണം അയാൾ കുറ്റക്കാരനാണ്, അയാൾ കളങ്കിതനാണ്. അത് ഈ കേസ് മാത്രമല്ല, ഇത്രയും കാലഘട്ടമായി നമ്മൾ കാണുന്നതാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ. അതിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്കപ്പുറത്ത് PML ആക്ട് പ്രകാരം പിണറായി വിജയന്റെ സ്വത്തുവകകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നാൽ കേരളം കണ്ടതിൽ, ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന് ഇപ്പോൾ സമൂഹത്തിന് അത് ബോധ്യപ്പെടുന്നിടം വരെയാണ് നമ്മുടെ ഫൈറ്റ് നടക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക്
പൂർണ്ണമായും സംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടത്താണ്. അതായത് പിണറായി വിജയനെ ആദ്യം പുറത്തു കൊണ്ടുവന്ന ഒരാള് ഞാനാണ്. അന്ന് മുതൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് എവിടെ എത്തിക്കാൻ പറ്റിയില്ല. സുപ്രീം കോടതി കിടക്കാണ് കേസ്. പക്ഷെ ഷോൺ ജോർജ് ഫൈറ്റ് ചെയ്ത് തുടങ്ങിയതോട് അതുകൊണ്ട് തന്നെ ഇവര് ഈ പോരാട്ടങ്ങൾക്കിടയിൽ ഇവർ നടത്തിക്കൊണ്ട് ഇവർ നമ്മളെ തടസ്സപ്പെടുത്തുന്ന വ്യവഹാര വഴികൾ എന്താണെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാം. ഈ ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെ എത്ര ഘട്ടങ്ങളിൽ ഫേക്ക് ആയിട്ടുള്ള കേസുകൾ കൊണ്ടുവന്ന് ആ കേസുകളെ തടസ്സപ്പെടുത്തി കേസ് എവിടെ എത്തി. കേരള ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അത് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ അതിന്റെ അപ്പീൽ കൊണ്ട് അതും എവിടെയും എത്തും എന്ന് ഞാൻ ചേട്ടൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അന്ന് അതിന്റെ അന്വേഷണം നടത്തിയ CBIയുടെ റിപ്പോർട്ടിൽ പിണറായി വിജയനെ കൊടുക്കാനുള്ള ഒന്നുമില്ല എന്നുള്ളതാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. 2013 ആ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തത്. UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ നാൾ വഴിയിൽ തന്നെ ആ കേസ് നശിപ്പിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, പിണറായി വിജയന്റെ സ്വത്തുവകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ വിജയന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് SSC ലെവലിൽ നിന്നും പണം വന്നിട്ടുണ്ട്. ആ അക്കൗണ്ട് പരിശോധിച്ചാൽ വീണ്ടും SLC ലെവൽ ഉൾപ്പെടെയുള്ള കേസുകൾക്ക് നിർണായകമായിട്ട് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. അതായത് അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളാണ് നമ്മുടെ മുന്നിലുള്ള. ഒന്ന് സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, ലാവ്ലിൻ കേസ്, അങ്ങനെ കിടക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായി വന്ന ഈ കേസിലാണ് ഇപ്പൊ അവസാനം ഒരു തീരുമാനമായിരിക്കുന്നത്. ഇത് തുടക്കമായിരിക്കുമോ? ബാക്കിയുള്ള കേസുകളിലേക്കും കടക്കുമോ? തുടക്കമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലനാൾ കള്ളൻ ഒരു നാൾ ഫെയിൽ എന്ന് പറഞ്ഞ പോലെ വലിയ ബാങ്കുള്ള നടത്തിയ പ്രതി ചിലപ്പോൾ ചക്ക മുട്ടിക്കുമ്പോഴേക്കും പിടിക്കുന്നു. 1,32,00,000 രൂപയുടെ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള വളരെ നിസ്സാരമായ തുകയാണ്. ആ തുകയ്ക്ക് മാത്രമേ നമുക്ക് തെളിവുള്ളൂ, ബാക്കിയൊന്നിനും തെളിവില്ല. ബാക്കിയെല്ലാം അന്തരീക്ഷം നിൽക്കുന്ന കഥകളാണ്. അപ്പോ ഇത് കൃത്യമായ തെളിവോടുകൂടിയുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകുന്ന വിശ്വാസം. അതെ, 1.73 ക്രോഴ്സ് ആണ് വീണ വിജയന്റെ എക്സാലോജിക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ബാക്കി PV എന്ന് പറയുന്ന ആള് അറിയില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എത്ര എമൗണ്ട് ഏകദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും ഈ ഇടപാടിലൂടെ? അതല്ല, അതിന്റെ അവരുടെ ഡയറി SFIയോടെ ഇതിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ SFIയോടെ അന്വേഷണ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ള ഡയറിയുടെ കോപ്പിക്കായിട്ട് ഞാൻ അപേക്ഷ കൊടുത്തു. അത് എനിക്ക് അനുവദിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അതിന് വീണ്ടും പോയി ഹൈക്കോടതിയിൽ നിന്നും ആ ഉത്തരവിന് സ്റ്റേ മേടിച്ച് നിൽക്കുകയാണ്. അതിന് ഞാൻ കക്ഷിയായിരുന്നു. ആ ഉത്തരവ് പ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുവദിച്ച് കിട്ടുമെന്നാണ് വിശ്വാസം. അത് കിട്ടിയാൽ എത്ര ഉണ്ട് എന്നുള്ളത് കുറെയൊക്കെ അറിയാൻ കഴിയും. എല്ലാം അക്കൗണ്ട് എഴുതി വെക്കണമെന്നില്ല. അല്ല, എഴുതി വെക്കണമെന്നില്ല. പിണറായി വിജയൻ ഒരു സൈറ്റ് പാർട്ട്ണറെ പോലെ അല്ലേ കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്തായാലും സ്വന്തം പിതാവിനെ മുന്നിലൂടെ പിടിച്ചു കൊണ്ടുപോയ കാഴ്ചയ്ക്ക് തിരിച്ച് കൃത്യമായി നിയമപരമായി മറുപടി നൽകി എന്ന് വിശ്വസിക്കാം അല്ലെ? പൂർണ്ണമായിട്ടില്ല, ഇനിയുണ്ട്. അപ്പം എല്ലാ ആശംസകളും. ഓക്കെ.